പ്രണയസഖി ഭാഗം 11. ഇതേ സമയം മറ്റൊരിടത്ത് അവൾ മുറിയിൽ കട്ടിലിൽ കിടന്ന് ഫോണിലെന്തോ ചെയ്യുകയാണ്. അതേസമയം വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് കയറി വന്നു. മോളെ. അയാളെ കണ്ടതും അവൾ ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് ഊരി മാറ്റി അയാളെ നോക്കി. അയാളുടെ വിളറിയിരിക്കുന്ന മുഖവും പതർച്ച നിറഞ്ഞ ഭാവവും കണ്ടതും അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. എന്താച്ചാ മോളെ? അത് അയാൾക്ക് അവളോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നറിയില്ലായിരുന്നു. പറയ്. അത് പിന്നെ ശിവയുടെ വിവാഹം കഴിഞ്ഞു. അത് കേട്ടതും അവളുടെ കാതിൽ എന്തോ വന്ന് പതിച്ചതുപോലെ തോന്നി. എന്താ? കേട്ടത് ശരിയാണോ എന്നറിയാൻ അവൾ വീണ്ടും ചോദിച്ചു. ശിവയുടെ വിവാഹം കഴിഞ്ഞു. അച്ഛൻ എന്താ തമാശ പറയുവാണോ? തമാശ പറഞ്ഞതല്ല, സത്യമാണ്. മറ്റെങ്ങോ നോക്കി അയാൾ അവളോടായി പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. മുഖമാകെ ചുവന്നു, കണ്ണുകൾ പിടച്ചു ചുവന്നു. ഇല്ല, അവൻ എൻ്റെതാണ്, അവൾ പുലമ്പി. പെട്ടെന്ന് തന്നെ അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു. ആരാണ്? ആരെ അവൻ വിവാഹം ചെയ്തത്? അത് ആ SI ദിവാകരനില്ലേ, അയാളുടെ മകളെയാണ്. അയാളുടെ മകളോ? അയാൾ സമ്മതിച്ചോ അതിന്? അതെനിക്കറിയില്ല, പക്ഷേ അവളെയാണ് ശിവ ഇപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് അവളുടെ ഭാവമാകെ മാറി. അവൾ അവിടെയുള്ള സാധനങ്ങളെല്ലാം എറിഞ്ഞുടച്ചു. ഒരു ഭ്രാന്തിയെ പോലെ ശിവയുടെ പേര് പുലമ്പിക്കൊണ്ടിരുന്നു അവൾ. മോളെ, പറയുന്നതൊന്ന് കേൾക്ക്. അവൻ അവളെ ഇഷ്ടത്തോടെ വിവാഹം ചെയ്തതാവാൻ സാധ്യതയില്ല. അവന് പ്രതികാരം ചെയ്യാനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പറഞ്ഞതും അവളൊന്ന് അടങ്ങി. അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? എന്നെ അളിയൻ വിളിച്ചു പറഞ്ഞതാണ്. കുറച്ചു സമയം അവൾ ഒന്നും മിണ്ടിയില്ല. എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെ അവൾ അയാളെ നോക്കി. നമുക്ക് നാട്ടിലേക്ക് പോകാം. അത് വേണോ? വേണം. അവന് നമ്മളെ സംശയമില്ല. അപ്പോൾ പിന്നെ നാട്ടിൽ പോയാലും പേടിക്കാനൊന്നുമില്ല. ഇത്ര നാൾ മാറി നിന്നില്ലേ, ഇനി പോകാം. കുറച്ചു സമയം അയാളൊന്ന് ആലോചിച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അത് പറഞ്ഞ് അയാൾ പുറത്തേക്ക് നടന്നു. അയാൾ പുറത്തേക്ക് പോയതും അവൾ അലമാരയിൽ നിന്നും സിറഞ്ചെടുത്തു. അതിലേക്ക് എന്തോ നിറച്ച് അവൾ അത് സ്വയം ശരീരത്തിലേക്ക് കുത്തിവെച്ചു. ഏതോ നിർവൃതിയിലെന്ന പോലെ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. അവൾ കട്ടിലിലേക്ക് വന്ന് കിടന്നു. അവളുടെ ഉള്ളിൽ അന്നേരം ശിവ മാത്രമായിരുന്നു. ശിവ മുറിയിൽ കട്ടിലിൽ കിടന്ന് ആലോചിക്കുകയാണ്. മിഥുൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ശരിയല്ലേ അവൻ പറഞ്ഞത്? ഒരു തെറ്റും ചെയ്യാത്ത അവളോട് എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? തെറ്റുപറ്റിപ്പോയോ ശിവ നിനക്ക്? അവൻ അവനോട് തന്നെ സ്വയം ചോദിച്ചു നോക്കി. അവൻ എഴുന്നേറ്റ് അവളെ വന്ന് നോക്കി. ഇപ്പോഴും ഉറക്കാണ്. ആ സമയത്താണ് മിഥുൻ വീണ്ടും വന്നത്. വണ്ടി വരുന്ന ശബ്ദം കേട്ടതും മിഥുനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിവ പുറത്തേക്കിറങ്ങി. അകത്തേക്ക് കയറാതെ വേഗം തന്നെ അവൻ്റെ കയ്യിലേക്ക് മിഥുൻ ഫുഡ് കൊടുത്തു. വർണ്ണ എവിടെ? എഴുന്നേറ്റിട്ടില്ല, ഉറക്കാണ്. കുറച്ച് കഴിയുമ്പോൾ വിളിച്ച് ഭക്ഷണം കൊടുക്കണം, അത് കഴിഞ്ഞ് മരുന്നും. മിഥുൻ പറഞ്ഞതും ശിവ അവനെയൊന്ന് നോക്കി. ശരിയെങ്കിൽ ഞാൻ പോയിട്ട് വരാം. ശിവയുടെ നോട്ടം കാര്യമാക്കാതെ മിഥുൻ വണ്ടിയെടുത്ത് പോയി. അവൻ അകത്തേക്ക് വന്നപ്പോഴും അവൾ നല്ല ഉറക്കമാണ്. ഭക്ഷണമൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു. സമയം 1 മണിയാകാനായി. അവൻ അവളുടെ മുറിയുടെ വാതിൽക്കൽ വന്ന് നിന്നു. കുറച്ചുനേരം അവിടെ തന്നെ നിന്നതിന് ശേഷം അകത്തേക്ക് കയറി അവൻ അവളെ ഒന്ന് തട്ടി വിളിച്ചു. ഹേയ്. ഒരു തവണ വിളിച്ചപ്പോൾ തന്നെ വർണ്ണ വേഗം കണ്ണു തുറന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എന്താ? പെട്ടെന്ന് മുന്നിൽ അവനെ കണ്ടതും എന്ത് ചോദിക്കണമെന്നറിയാതെ അവൾ നിന്നു. ശിവയ്ക്കാണെങ്കിൽ അവളോട് ഭക്ഷണം കഴിക്കാൻ എങ്ങനെ പറയണമെന്നറിയില്ലായിരുന്നു. അത് പിന്നെ ഫുഡ് കഴിക്കാൻ ഞാനിപ്പോൾ ഉണ്ടാക്കിത്തരാം. ഉറങ്ങിപ്പോയതറിഞ്ഞില്ല, സോറി. അവൻ പറഞ്ഞു തുടങ്ങിയതും അവൾ വേഗം തന്നെ തിരികെ പറഞ്ഞ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവനെ മറികടന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചതും അവളൊന്ന് ഞെട്ടി. അതേ ഞെട്ടലോടെ തന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് താനിപ്പോൾ എന്താണ് ചെയ്തത് എന്നവൻ ഓർത്തത്. പെട്ടെന്ന് തന്നെ അവൻ അവളുടെ കയ്യിലുള്ള പിടി വിട്ടു. അത് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനല്ല, ഫുഡ് മിഥുൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ്. എങ്ങനെയൊക്കെയോ എണ്ണിപ്പിറക്കി അവൻ പറഞ്ഞൊപ്പിച്ചു. മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവൾ അവനെ നോക്കിയൊന്ന് മൂളി. കൈയും മുഖവും ഒക്കെ കഴുകി ഡൈനിങ് ടേബിളിനടുത്തേക്ക് വരുമ്പോൾ അവൻ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ നിൽക്കുമ്പോൾ അവൾ മാത്രം ഇരുന്ന് കഴിക്കാൻ അവൾക്ക് വല്ലാതെ തോന്നിയെങ്കിലും പിന്നീടൊന്നും ഓർക്കാതെ അവൾ ചെയറിലേക്കിരുന്നു. അവനെ നോക്കുമ്പോൾ അവനും അവളുടെ എതിരെയുള്ള കസേരയിൽ വന്നിരുന്നു. ചോറും മോരുകറിയും അച്ചിങ്ങയും അച്ചാറുമാണ് മിഥുൻ്റെ അമ്മ കൊടുത്തുവിട്ടിട്ടുള്ളത്. എല്ലാം നല്ല സ്വാദുണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചിരുന്നത് കഴിച്ചു. ശിവ ആദ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൻ കഴിച്ച പ്ലേറ്റുമായി അടുക്കളയിലേക്ക് നടന്നു. അവൾക്കത് തടയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്നവളോട് പറഞ്ഞതുകൊണ്ട് അവളൊന്നും ചോദിച്ചില്ല. അവൻ്റെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് വന്നിട്ടും അല്പസമയം കഴിഞ്ഞതിന് ശേഷമാണ് അവളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത്.
അവൻ പോയി സോഫയിലിരുന്നു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളെല്ലാമായിട്ട് അടുക്കളയിലേക്ക് പോകാനൊരുങ്ങുന്ന അവളെയാണ് ഫോണിൽ നിന്ന് തലയുയർത്തി നോക്കി അവൻ കാണുന്നത്. അവൻ വേഗം തന്നെ അങ്ങോട്ട് വന്നു. ഡൈനിങ് ടേബിളിലിരുന്ന പാത്രമെല്ലാം എടുത്തു. ഐ വിൽ എന്ന് പറഞ്ഞുകൊണ്ട് പാത്രമായിട്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ അവനിതെന്താണ് സംഭവിച്ചത് എന്നുള്ള ഞെട്ടലിലാണ് വർണ്ണ. കൂടുതലൊന്നും ചിന്തിക്കാതെ അവൾ പാത്രമായിട്ട് അടുക്കളയിലേക്ക് നടന്നു. നോക്കുമ്പോൾ അവൻ പാത്രങ്ങൾ ഓരോന്നായി അടുക്കിപ്പെറുക്കി വെക്കുന്നുണ്ട്. അവൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെച്ചു. ശേഷം അടുക്കളയ്ക്ക് പുറത്തേക്ക് നടന്നു. അതിന് പുറകെ തന്നെ ബാക്കി പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി വെച്ച് അവനും നടന്നു വന്നു. വർണ്ണ മുന്നിലേക്ക് നടന്നു പോകുന്നവളെ അവൻ വിളിച്ചു. അവൾ ആശ്ചര്യത്തോടെ ഒന്നവനെ നോക്കി. കാരണം ഇത്ര ദിവസമായിട്ടും ആദ്യമായിട്ടാണ് അവൻ തന്നെ പേരെടുത്ത് വിളിക്കുന്നത്. അവന് തൻ്റെ പേരറിയുമോ എന്ന് പോലും തനിക്ക് സംശയമുണ്ടായിരുന്നു. അവൾ അവൻ്റെ നേർക്ക് എന്താണെന്ന രീതിയിൽ തിരിഞ്ഞു. അത് പിന്നെ തനിക്ക് കഴിക്കാൻ മെഡിസിൻസ് ഉണ്ട്. അത് ഞാൻ തൻ്റെ റൂമിൻ്റെ ടേബിളിലായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിക്കണം. അവൻ അല്പം ഗൗരവത്തോടെ തന്നെ അവളോട് പറഞ്ഞു. അവൻ പറഞ്ഞതിന് അവൾ ചെറിയ രീതിയിൽ ഒന്ന് തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. മുറിയിൽ പോയി നോക്കുമ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ മേശയുടെ മുകളിലായി മരുന്നും വെള്ളവും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടവൻ. അവൾ അതിൽ നിന്നും മരുന്നെല്ലാം എടുത്ത് കഴിച്ചു. മരുന്ന് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ശരീരം ഒന്നാകെ വല്ലാതെ തളർന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. വല്ലാതെ ഉറക്കം വരുന്നത് പോലെ തോന്നിയതും അവൾ കട്ടിലിലേക്ക് കിടന്നു. കിടന്നതും വേഗത്തിൽ തന്നെ അവൾ ഉറങ്ങിപ്പോയി. ശിവ വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഉറങ്ങുന്നവളെയാണ്. മുറിയിലെ കട്ടിലിൽ അങ്ങനെ കിടക്കുമ്പോഴും അവൻ്റെ മനസ്സിലൂടെ മിഥുൻ പറഞ്ഞ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മനസ്സാകെ കലങ്ങി മറിയുന്നത് പോലെയൊക്കെ തോന്നി അവന്. എന്നാലും ഈ ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കാൻ ആരുമില്ലാത്തതുപോലെ. എല്ലാം മിഥുൻ അറിയാം. പക്ഷേ മിഥുനോട് പറഞ്ഞാൽ താൻ സങ്കടപ്പെടുമ്പോൾ അവനും അത് സങ്കടമാകും. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അവന് തൻ്റെ അമ്മയുടെ മടിയിൽ കിടന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങണം എന്ന് തോന്നിപ്പോയി. 2 വർഷത്തോളമായിരിക്കുന്നു സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. കട്ടിലിൽ കിടന്നിട്ടും ഉറക്കം വരാതെയായതും അവൻ എഴുന്നേറ്റിരുന്നു. കട്ടിലിൽ തന്നെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഫോണെടുത്ത് ഗാലറിയിലെ ഓരോ ഫോട്ടോസും അവൻ നോക്കിക്കൊണ്ടിരുന്നു. ഒരു ഫോൾഡർ നിറയെ പൊന്നുവിൻ്റെ ഫോട്ടോകളാണ്. തൻ്റെ ഒപ്പമുള്ളതും അവൾ ഒറ്റയ്ക്കുള്ളതുമായിട്ടുള്ള കുറേ ഫോട്ടോകൾ. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കെ അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരടർന്ന് ഫോണിലേക്ക് വീണു. ഇനിയും അതൊന്നും കണ്ടിരിക്കാൻ തനിക്കാവില്ല എന്ന് മനസ്സിലായതും ഫോൺ തിരികെ മാറ്റിവെച്ച് അവൻ ഇരു കണ്ണുകളും തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് അമർത്തി തുടച്ചു. കുറച്ചുനേരം അങ്ങനെ തന്നെ വീണ്ടും കട്ടിലിലേക്ക് കിടന്നു. ആ സമയം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് വർണ്ണയുടെ കാര്യമാണ്. വർണ്ണ ദിവാകരൻ്റെ മകളല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ അവളെ വിവാഹം ചെയ്തത്. എന്നാലും അവളോട് താൻ എന്തിനാണ് ഇത്രമാത്രം ദേഷ്യം കാണിക്കുന്നത് എന്ന് അന്നേരം അവന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവളൊരു പാവമാണെന്ന് തോന്നുന്നു. പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതുവരെ തന്നെ എതിർത്തൊരു വാക്കുപോലും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായിരിക്കുന്നു. ഇത്ര നാളായിട്ടും സ്വന്തം ആവശ്യങ്ങൾ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു പെൺകുട്ടിക്ക് ഇത്രത്തോളം പാവമാകാനൊക്കെ പറ്റുമോ? അവനൊരു നിമിഷം ചിന്തിക്കാതിരുന്നില്ല. പറ്റും. തൻ്റെ പൊന്നുവും അങ്ങനെയായിരുന്നല്ലോ. അവൻ്റെ ചുണ്ടിൽ ആ ഒരു ഓർമ്മയിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ കിടന്നുറങ്ങിപ്പോയ വർണ്ണ പിന്നീട് എഴുന്നേറ്റത് വൈകുന്നേരം ഏകദേശം 5 മണിയോടടുപ്പിച്ചാണ്. അപ്പോഴേക്കും നന്നായിട്ട് ഉറങ്ങിയത് കൊണ്ട് തന്നെ അവളുടെ ക്ഷീണമെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ഒരു ഉറക്കച്ചടവും മാത്രമായിരുന്നു അന്നേരം ഉണ്ടായത്. അത് മാറാനായിട്ട് അവൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം പോയി കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ആശ്വാസമായി അവൾ മുറിക്ക് പുറത്തേക്ക് വന്നു. മുറി തുറന്നിറങ്ങിയാൽ നേരെ വരുന്നത് അവൻ്റെ മുറിയുടെ മുന്നിലേക്കാണ്. അത് തുറന്നു കിടക്കുന്നത് കണ്ടതും അവളൊന്ന് വെറുതെ അങ്ങോട്ട് നോക്കി. അവൻ കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. അത് കണ്ടതും അവൾ ചായ വെക്കാമെന്ന് കരുതി നേരെ അടുക്കളയിലേക്ക് നടന്നു. നോക്കുമ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ച പാത്രവും അതെടുത്ത പാത്രവും എല്ലാം അവൻ കഴുകി നല്ല വൃത്തിയാക്കി അടുക്കും ചിട്ടയോടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടതും അവൾക്ക് തെല്ലൊരു കൗതുകവും അത്ഭുതവും തോന്നാതിരുന്നില്ല. അവൾ പിന്നെയും അത് നോക്കി നിൽക്കാതെ വേഗം തന്നെ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് ചായ വെച്ചു. രാത്രി കഴിക്കാൻ ഭക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചോറ് തിളപ്പിക്കാനിട്ടു. ശേഷം കറി ഉണ്ടാക്കാനുള്ളതും എടുത്തു. അപ്പോഴേക്കും ചായ തിളച്ചു. കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയപ്പോഴേക്കും ഹാളിൽ അനക്കം കേട്ടു. അന്നേരം അവൻ ഉണർന്നു കാണും എന്നവൾക്ക് മനസ്സിലായി. ഉണ്ടാക്കി വെച്ച ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അവൾ അത് കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെച്ചു. തിരിച്ച് അടുക്കളയിലേക്ക് വന്ന് ഡൈനിങ് ടേബിളിലേക്ക് എത്തി നോക്കുമ്പോൾ അവൻ അതെടുത്ത് കുടിക്കുന്നത് കണ്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചായ കുടിച്ച ഗ്ലാസ്സുമായി അവൻ അടുക്കളയിലേക്ക് വന്നു. അവൻ വന്നത് കണ്ടിട്ടും അവൾ തിരിഞ്ഞവനെ നോക്കാനൊന്നും പോയില്ല. ഗ്ലാസ് അവിടെ വെച്ചതിന് ശേഷം അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു. സമയം 7 മണിയോടടുപ്പിച്ചാകാറായിട്ടുണ്ട്. അവന് ക്ലബിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ വർണ്ണ ഒറ്റയ്ക്കാണ് എന്ന ചിന്തയിൽ അവൻ അവിടെ തന്നെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. ഇനി വെറുതെ ക്ലബിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മിഥുൻ ഇഷ്ടപ്പെടണമെന്നില്ല.
കുറേ സമയം വെറുതെ ഇരുന്നും കിടന്നുമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ TV ഓണാക്കി. എന്നാൽ അവൻ്റെ ഈ ചെയ്തികളൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ വർണ്ണ കാണുന്നുണ്ടായിരുന്നു. അടുക്കളയിലെ ജോലിയെല്ലാം ഒരുവിധം ഒതുക്കി തീർത്ത് ഡൈനിങ് ടേബിളിന് അടുത്തായിട്ടിട്ടിരിക്കുന്ന ചെയറിൽ വന്നിരുന്ന് വർണ്ണയും കുറച്ചു സമയം TV കാണാമെന്ന് വിചാരിച്ചു. സിനിമ കണ്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല. 8 മണിയോടടുപ്പിച്ചായപ്പോൾ വീടിന് മുന്നിൽ എന്തോ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അതാരാണെന്ന് ശിവയ്ക്ക് മനസ്സിലായി. മിഥുൻ അകത്തേക്ക് കയറി വന്നു. സോഫയിലിരിക്കുന്ന ശിവയുടെ അടുത്തായി അവനും വന്നിരുന്നു. കസേരയിലിരിക്കുന്ന വർണ്ണയെ നോക്കി അവൻ പുഞ്ചിരിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൻ അവളോടായി ചോദിച്ചു. കുഴപ്പമില്ല മിഥുനേട്ടാ, കുറവുണ്ടിപ്പോൾ. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ അവനോട് മറുപടി പറഞ്ഞു. അവൻ സോഫയിലായിരിക്കുന്നത് കണ്ടതും അവൾ വെള്ളമെടുക്കുന്നതിനായി നേരെ അടുക്കളയിലേക്ക് നടന്നു. ഇന്ന് നീ ക്ലബിലേക്ക് വരില്ലെന്ന് ഞാൻ ഊഹിച്ചു, മിഥുൻ തെല്ലൊരാക്കി ചിരിയോടെ ശിവയോട് പറഞ്ഞു. ഓ, ഞാനിനി ക്ലബിലേക്ക് വന്നാലും നീ എന്നെ അവിടെ സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലോ? ശിവ അവനോട് കെറുവോട് ചോദിച്ചു. ഇല്ല, സമ്മതിക്കില്ല, മിഥുൻ കൂളായി തിരികെ അവനോട് പറഞ്ഞു. ശിവ അവനെ ഒന്ന് കൽപ്പിച്ചു നോക്കി. അതേ സമയമാണ് വർണ്ണ ജ്യൂസുമായി അങ്ങോട്ട് വന്നത്. മിഥുനും ശിവയ്ക്കും മുന്നിലേക്ക് അവൾ ജ്യൂസിൻ്റെ ട്രേ നീട്ടി. മിഥുൻ അതിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്തു. ശിവയും മടിയൊന്നും കൂടാതെ തന്നെ അതിൽ നിന്നൊരു ഗ്ലാസ് ജ്യൂസ് എടുത്തു. ഒരു വായ ജ്യൂസ് കുടിച്ചിറക്കിക്കൊണ്ട് തന്നെ മിഥുൻ സൂപ്പർ എന്ന് അവളെ ആംഗ്യം കാണിച്ചു. അവൻ അങ്ങനെ കാണിക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവർ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞതും വർണ്ണ ആ ഗ്ലാസുമായി തിരികെ അടുക്കളയിലേക്ക് നടന്നു. അവൾ എന്ത് പാവമാണല്ലേ, നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ അറിയാം. മിഥുൻ വാത്സല്യത്തോടെ പറയുന്നത് കേട്ടതും ശിവ അവനെ അയ്യേ എന്ന രീതിയിൽ നോക്കി. നല്ല ജ്യൂസ് ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ പാവങ്ങളാണെന്നാണോ മോൻ്റെ വിചാരം? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പക്ഷേ വർണ്ണ പാവമാണെന്ന് എനിക്കറിയാം. ശിവ അവനെ ഒന്ന് കൊട്ടിയതും അതേ നാണയത്തിൽ തന്നെ മിഥുൻ തിരിച്ചടിച്ചു. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളി പറഞ്ഞും തല്ലുപിടിച്ചും സമയം കടന്നുപോയി. രാത്രി വർണ്ണയുണ്ടാക്കിയ ഭക്ഷണവും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് മിഥുൻ ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.